ട്രിപ്പ് ജനറേഷൻ റേറ്റ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിലുള്ള രണ്ട് മെത്തേഡുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിൽ മൂന്നാമത്തെ മെത്തേഡാണ് കാറ്റഗറി അനാലിസിസ് അല്ലെങ്കിൽ ക്രോസ് ക്ലാസിഫിക്കേഷൻ ടെക്നിക്. ഓക്കെ, രണ്ട് രീതിയിലും ചോദിക്കാം, കാറ്റഗറി അനാലിസിസ് ഓർ ക്രോസ് ക്ലാസിഫിക്കേഷൻ ടെക്നിക്. അപ്പോൾ ഇതിൽ തന്നെ ഈ പേരിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് ഏകദേശം മനസ്സിലാക്കാം. കാറ്റഗറീസ് ആയിട്ട് തിരിക്കും അല്ലെ, അല്ലെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യും, പല ടൈപ്സ് ആയിട്ട് അല്ലെങ്കിൽ പല ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുന്ന, പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു അനാലിസിസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ അതിന്റെ കാര്യങ്ങൾ വരുന്നത്, ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. Based on household and its characteristics without entering into the statistical problem of linear least squares. Based on household and its characteristics. അപ്പോൾ ഹൗസ് അതുമായിട്ട് ബന്ധപ്പെട്ട, ഓക്കെ, വീടും അതുമായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിനെയും ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ട്രിപ്പ് ജനറേഷൻ റേറ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ പഠിച്ചതുപോലെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ അനാലിസിസിൽ പഠിച്ചതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നും ഫോം ചെയ്യുന്നില്ല. ഹൗസ് ഹോൾഡിന്റെയും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രൊസീജിയർ ഓഫ് ഡിറ്റർമിനിങ് ദ ആവറേജ് റെസ്പോൺസ് ഓർ ആവറേജ് വാല്യൂ ഓഫ് ദ ഡിപെൻഡന്റ് വേരിയബിൾ ഫോർ എ സെറ്റ് ഓഫ് കാറ്റഗറീസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അപ്പം ഇതിന്റെ പ്രൊസീജിയർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആവറേജ് റെസ്പോൺസ് ഓർ ആവറേജ് വാല്യൂ ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾ, അതായത് YP എന്ന് പറയുന്ന വാല്യൂ, അല്ലെങ്കിൽ അവിടെയുള്ള ട്രിപ്പ് ജനറേറ്റഡ്, നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റഡ്, ഓക്കെ, ഫോർ എ പെർട്ടിക്കുലർ പേർപ്പസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രിപ്പ് ജനറേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്, എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഡിപെൻഡന്റ് വേരിയബിൾ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഫോർ എ സെറ്റ് ഓഫ് കാറ്റഗറീസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഓക്കെ, അതായത് ഇപ്പം ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആവാം, ഓക്കെ, അതായത് ഈ YPനെ എഫക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ YPനെ അല്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള ട്രിപ്പ് ജനറേഷൻ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള വേരിയബിൾ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആവറേജ് റെസ്പോൺസ് അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, അതായത് നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റഡിന്റെ ഒരു ആവറേജ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫോർ എ സെറ്റ് ഓഫ് കാറ്റഗറീസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണെന്നറിയാം, അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് ട്രിപ്സിനെ, നമ്പർ ഓഫ് ട്രിപ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതിന്റെ അങ്ങനെ വരുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ കാറ്റഗറീസിനെ ബേസ് ചെയ്തിട്ട്, ഏത് കാറ്റഗറീസിലാണ് വരുന്നത് എന്ന് ബേസ് ചെയ്തിട്ട് നമ്മൾ ആവറേജ് വാല്യൂ ഓഫ് ട്രിപ്സ് ജനറേറ്റഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അതായത് ഏതൊക്കെ കാറ്റഗറീസ് ആണ്, അതായത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറീസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, അതായത് ട്രിപ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, ഏതൊക്കെ ഫാക്ടേഴ്സ് ഇപ്പൊ ഒരു ഹൗസ് ഹോൾഡിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ഒരു ഹൗസ് ഹോൾഡ് ട്രിപ്പിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ ആ കാറ്റഗറീസ് ഒക്കെ വെച്ചിട്ട് എത്ര ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. The categories are defined by levels of those casual variables which are supposed to influence trip generation. അപ്പോൾ കാറ്റഗറീസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, defined by levels of those casual variables which are supposed to influence trip generation. ഓക്കെ, അതായത് ട്രിപ്പ് ജനറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾസിന്റെ ലെവൽ, അത് ഏത് ലെവലിൽ ഉൾപ്പെടുന്നു, അതായത് ആ പർട്ടിക്കുലർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏത് ലെവലിൽ ഉൾപ്പെടുന്നു, അതല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്, ഓക്കെ, അല്ലെങ്കിൽ ഏത് ലെവലിൽ ഉൾപ്പെടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർ ഓൺഡ് ഫാമിലി സൈസ്. ഇപ്പൊ ഒരു ഫാമിലിയിൽ ഒരു കാർ ആയിരിക്കും, അല്ലെങ്കിൽ 2 കാർ ആയിരിക്കും. ആ കാറിന്റെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാണ്, ഓക്കെ, ഇപ്പൊ കാറുകളുടെ എണ്ണമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ കാറുകളുടെ എണ്ണം നോക്കിയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇപ്പൊ ഒരു കാറുള്ള വീട്ടിൽ ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യും, ഓക്കെ, 2 കാറുള്ള വീട്ടിൽ ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യും, 2-ലധികം ഉള്ളത് ഇത്ര നമ്പർ ഓഫ് ജനറേറ്റ് ചെയ്യും. ആ രീതിയിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പം നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പം വീടുകളെ എടുത്തിട്ട് ഇപ്പൊ 2 വീടുള്ള കാറ്, 1 വീടുള്ള കാർ ഇല്ലാത്ത വീട്, അങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെ അതായത് ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടുത്തും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം.
അപ്പൊ ഏത് കാറ്റഗറിയിലാണ് ആ ഒരു പർട്ടിക്കുലർ വീട് വരുന്നത്. അപ്പൊ കാറിന്റെ ഫാക്ടർ മാത്രമല്ല, പ്രധാനമായിട്ട് 3 ഫാക്ടേഴ്സ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അതനുസരിച്ചിട്ട് ഏത് കാറ്റഗറിയിലാണ് ഈ ഒരു പർട്ടിക്കുലർ വീട് വരുന്നത്, അപ്പൊ ഇന്ന കാറ്റഗറിയിലാണെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് അവിടെ ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ കാറ്റഗറീസ് ആർ ഡിഫൈൻഡ് ബൈ ദ ലെവൽസ് ഓഫ് ദോസ് കാഷ്വൽ വേരിയബിൾസ് വിച്ച് ആർ സപ്പോസ് ടു ഇൻഫ്ലുവൻസ് ട്രിപ്പ് ജനറേഷൻ. അപ്പൊ ഓരോ വേരിയബിൾസിന്റെ ലെവൽ അനുസരിച്ചിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാർ ആണെങ്കിൽ കാറിന്റെ എണ്ണത്തിനനുസരിച്ച് ഓരോ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫോർ എക്സാമ്പിൾ ഫാമിലി ഇൻകമിന്റെ ബേസ്ഡ് ആണെങ്കിൽ, ഇപ്പൊ ഫാമിലി ഇൻകം ഇത്ര എമൗണ്ടിന് മുകളിലുള്ള ഒരു കാറ്റഗറി, ഇത്ര എമൗണ്ടിന് താഴെയുള്ള ഒരു കാറ്റഗറി, അങ്ങനെ ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യും. അപ്പം ഒരു കാറ്റഗറി ഇങ്ങനെ വരാം. ഇപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇൻകം ഇത്ര എമൗണ്ടിന് മുകളിലും 2 കാറും ഉള്ളതായിട്ടുള്ള വീട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഇത്രയും ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഈ ഒരു കാറ്റഗറിയിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വരുവാണെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യും. അപ്പൊ വേറെ പ്രത്യേകിച്ച് അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസോ ഇക്വേഷൻസ് ഫോം ചെയ്യലോ ഒന്നും ഈ ഒരു മെത്തേഡ് ഇല്ല. അതായത് ഏത് കാറ്റഗറിയിൽ പെടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇത്ര ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്ന ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഓൾസോ യൂസ്ഡ് ഇൻ ട്രിപ്പ് അട്രാക്ഷൻ എസ്റ്റിമേഷൻ. അപ്പം ട്രിപ്പ് അട്രാക്ഷൻ, അതായത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് എത്രമാത്രം ട്രിപ്സ് വരും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടും, അല്ലെങ്കിൽ പർട്ടിക്കുലർ ലാൻഡ് യൂസിലേക്ക് എത്രമാത്രം ട്രിപ്പ് വരും, ഓക്കെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേർപ്പസിലേക്ക് എത്രമാത്രം ട്രിപ്പ് വരും എന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു കാറ്റഗറി അനാലിസിസ് യൂസ് ചെയ്യും. ഓക്കെ, അൺലൈക്ക് ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ അനാലിസിസ്, കാറ്റഗറി അനാലിസിസ് ഡസ് നോട്ട് റിക്വയർ ഫോർമുലേഷൻ ഓഫ് എനി മാത്തമാറ്റിക്കൽ മോഡൽ. നമ്മൾ പഠിച്ചതുപോലെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ അനാലിസിസിലൊക്കെ വരുന്നത് പോലെ ഒരു ഫോർമുലേഷനോ മാത്തമാറ്റിക്കൽ മോഡലോ ഒന്നും ഈ ഒരു മെത്തേഡിൽ വരുന്നില്ല. ജസ്റ്റ് അതിനെ കാറ്റഗറൈസ് ചെയ്യും. ഒരു പർട്ടിക്കുലർ വീട് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ള മനസ്സിലാക്കും. അതായത് എത്ര ഇൻകം, ഇത്ര ഇൻകമിന് മേലെ വരുന്നു, ഇത്ര കാറുണ്ട്, ഓക്കെ, ഫാമിലി സൈസ് ഇത്രയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. ഓക്കെ, അതുപോലെ ആ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, അതുപോലെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അതിനനുസരിച്ചിട്ട് ആ ഒരു കാറ്റഗറിയിൽ ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് മെത്തേഡ്. നമ്മൾ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ കാറ്റഗറൈസ് ചെയ്യുന്നതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ മനസ്സിലാക്കും. ഇനി ഇതിന്റെ അസംഷൻസ് എന്തൊക്കെയാന്നുള്ളത്. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ വരുന്ന assumptions. The household is the fundamental unit in the trip generation process and most journeys begin or end in response to the requirements of the family. അപ്പം ഇതിൽ പറയുന്ന ഒരു ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത്, ഒരു ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ഒരു വീടാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ്. ഓക്കെ, ആ വീടിനെ ബേസ് ചെയ്തിട്ടാണ് ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആ ഫാമിലീസിന്റെ റിക്വയർമെന്റിനനുസരിച്ചിട്ടും അവരുടെ റെസ്പോൺസിനനുസരിച്ചിട്ടും ഒക്കെയാണ്. Okay, and most journeys begin or end in response to the requirements of the family. അത് ആ ഫാമിലിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടാണ് ട്രിപ്പുകൾ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ ഫസ്റ്റ് അസംഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഹൗസ് ഹോൾഡ് ആണ് ഒരു ട്രിപ്പ് ജനറേഷൻ പ്രോസസ്സിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റ്. അതുപോലെ മിക്കവാറും ജേണികളെല്ലാം ആ ഫാമിലിയുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത്, the trips generated by the household depend upon the characteristics of that household and its location related to its required facilities such as shops, school and workplace. Okay, അപ്പം എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ട്രിപ്പ് ജനറേഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രിപ്പ് ജനറേറ്റഡ് ബൈ ദ ഹൗസ് ഹോൾഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്യാരക്ടറിസ്റ്റിക്. ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻഡ് ഇറ്റ്സ്, അതായത് ആ ഹൗസ് ഹോൾഡിന്റെ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗസ് ഹോൾഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ലൊക്കേഷനും. അതായത് ഹൗസ് ഹോൾഡിൽ ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്, ഓക്കെ, അവിടുത്തെ ഇൻകം എന്താണ്, അതുപോലെ തന്നെ എത്ര കാറുകൾ ഉണ്ട്, അതേപോലെ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലൊക്കേഷന്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ എത്ര ദൂരം മാറിയിട്ടാണ് ഷോപ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, സ്കൂൾ ഉള്ളത്, വർക്ക് പ്ലേസ് ഉള്ളത്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഹൗസ് ഹോൾഡിനെ ബേസ് ചെയ്തിട്ട് ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതൊക്കെ റിക്വയർമെന്റ്സ് ഓഫ് ഫാമിലിയാണ്. അതായത് ഫാമിലി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏജ് ഗ്രൂപ്പ്, കുട്ടികളുണ്ടെങ്കിൽ, ഓക്കെ, അതുപോലെ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനൊക്കെ അനുസരിച്ചിട്ട് ട്രിപ്പ് ജനറേഷന്റെ റേറ്റിന് മാറ്റം വരും. ഓക്കെ, അപ്പൊ ട്രിപ്സ് ജനറേറ്റഡ് ബൈ ദ ഹൗസ് ഹോൾഡ് ഡിപ്പെൻഡ് അപ്പോൺ, ഓക്കെ, ഒരു ഹൗസ് ഹോൾഡ് ജനറേറ്റ് ചെയ്യുന്ന
ട്രിപ്സിന്റെ എണ്ണം ഓക്കെ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് ഹൗസ് ഹോൾഡ്, ആ ഹൗസ് ഹോൾഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ റിലേറ്റീവ് ടു ഇറ്റ്സ് റിക്വയർഡ് ഫെസിലിറ്റീസ് സച്ച് ആസ് ഷോപ്സ്, സ്കൂൾസ് ആൻഡ് workplace. Household with one set of characteristics generate different rates of trips. Households with other set of characteristics. അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വീട് ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പ് ആയിരിക്കില്ല ഓക്കെ വേറൊരു ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഹൗസ് ഹോൾഡ് ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പിന്റെ എണ്ണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 3 അസംഷൻസ് പറഞ്ഞു. ഒന്ന് ഹൗസ് ഹോൾഡ് ആണ് അല്ലെങ്കിൽ വീടാണ് ഒരു ട്രിപ്പ് ജനറേഷൻ പ്രോസസ് ഉള്ള ഫണ്ടമെന്റൽ യൂണിറ്റ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ ഫാമിലിയുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ടാണ് അവിടെ ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ള പഠിച്ചു. ഓക്കെ, അപ്പോൾ ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നതിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ, അതായത് ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ആ ഹൗസ് ഹോൾഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ലൊക്കാലിറ്റീനെ, അതായത് ഷോപ്സ് അതുപോലെ സ്കൂൾ, വർക്ക് പ്ലേസ് ഒക്കെ ആ ലൊക്കാലിറ്റിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ അസംഷൻ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വീട് ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പ് ആയിരിക്കണം എന്നില്ല, ഒരു ഡിഫറെന്റ് സെറ്റ് ഓഫ് അല്ലെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വീട് ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പ്. നാലാമത്തത് only 3 factors are of prime importance in affecting the amount of travel a household produces. അപ്പോൾ ഒരു ഹൗസ് ഹോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാവലിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും എഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാന്നുള്ളതാണ്. ഓൺലി 3 factors are of prime importance, അതായത് 3 ഫാക്ടേഴ്സ് ആണ് ഏറ്റവും മുഖ്യമായി ഇതിൽ എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രിപ്സിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന 3 ഫാക്ടേഴ്സ്. ഒന്ന് കാർ ഓണർഷിപ്പ്, 2 ഇൻകം, ഹൗസ് ഹോൾഡ്. അപ്പം പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സ് ഓക്കെ, അതായത് ഒരു ഹൗസ് ഹോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രിപ്പിന്റെ എണ്ണത്തിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്ന ഹൗസ് ഹോൾഡിന്റെ പ്രധാനപ്പെട്ട ഹൗസ് ഹോൾഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ്. ഒന്ന് കാർ ഓണർഷിപ്പ്, 2 ഇൻകം, മൂന്നാമത്തെ ഹൗസ് ഹോൾഡിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഈ 3 ഫാക്ടേഴ്സ്. അപ്പൊ ഇത് അസംഷനിൽ വരുന്ന ഇതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, within each of the above 3 factors a limited number of ranges can be established so as to describe the trip generating capacity of a household by a limited number of categories. അപ്പോൾ ഇപ്പൊ 3 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട മുഖ്യ പങ്ക് വഹിക്കുന്ന ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ 3 ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ച്, എ ലിമിറ്റഡ് നമ്പർ ഓഫ് റേഞ്ചസ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, അപ്പൊ അതായത് ഓരോ റേഞ്ച് ആയിട്ട് നമുക്ക് തിരിക്കാം. അതായത് ഇപ്പം ഇൻകത്തിന്റെ ബേസ് ആണെങ്കിൽ അതിനെ റേഞ്ച് ആക്കിയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് താഴെ, ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് മേലെ, പിന്നെ അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ടിന് മുകളിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, ഒരു റേഞ്ച് ആയിട്ട് തിരിക്കാം. എ ലിമിറ്റഡ് നമ്പർ ഓഫ് റേഞ്ചസ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് സോ ആസ് ടു ഡിസ്ക്രൈബ് the trip generating capacity of a household by a limited number of categories. അതായത് ഓരോ റേഞ്ചസ് ആക്കി തിരിച്ചിട്ട് ഇപ്പൊ ഒരു വീട്ടിലെ വരുന്ന ഓരോ റേഞ്ച്, അതായത് കാർ ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ഏത് റേഞ്ചിൽ വരുന്നു, ഇൻകമിനെ ബേസ് ചെയ്തിട്ട് ഏത് റേഞ്ചിൽ വരുന്നു, ഹൗസ് ഹോൾഡ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട്, അതായത് ആ വീട്ടിലുള്ള ജോലിക്കാരുടെ എണ്ണവും ജോലി ഇല്ലാത്ത ആളുകളുടെ എണ്ണവും അതെല്ലാം വെച്ചിട്ട് ആ ഹൗസ് ഹോൾഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് അത് നമ്മൾ പറയും. അപ്പം ഇതെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്യും. ആദ്യം ഈ കാർ ഓണർഷിപ്പിനും ഇൻകമിനും ഹൗസ് ഹോൾഡിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ റേഞ്ചസ്, ലിമിറ്റഡ് നമ്പർ ഓഫ് റേഞ്ചസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ റേഞ്ചസ് വെച്ചിട്ട് ഓക്കെ എസ്റ്റാബ്ലിഷ് സോ ആസ് ടു ഡിസ്ക്രൈബ് ദ ട്രിപ്പ് ജനറേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് എ ഹൗസ് ഹോൾഡ് ബൈ ലിമിറ്റഡ് നമ്പർ ഓഫ് കാറ്റഗറീസ്. ഈ ലിമിറ്റഡ് നമ്പർ ഓഫ് റേഞ്ചസ് വെച്ചിട്ട് നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ കാറ്റഗറീസിനനുസരിച്ചിട്ട് ഏത് കാറ്റഗറിയിലാണ് ഒരു പർട്ടിക്കുലർ ഹൗസ് വരുന്നത് അതിനനുസരിച്ചിട്ട് ആ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു അസംഷൻ ഇതാണ്, അതായത് within each of the above 3 factors a limited number of ranges can be established. അതായത് limited number of ranges establish ചെയ്യും as to describe trip generating capacity of household by a limited number of categories. Okay, describe the trip generating capacity of a household by a limited number of categories. അപ്പോൾ അവിടെ ട്രിപ്പ് ജനറേറ്റിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഡിഫറെന്റ് റേഞ്ചസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട്. എന്നിട്ട് കറസ്പോണ്ടിങ്
കാറ്റഗറീസ് ആയിട്ട് നമ്മൾ തിരിക്കും. ട്രിപ്പ് ജനറേഷൻ റേറ്റ്സ് ആർ സ്റ്റേബിൾ ഓവർ എ ടൈം സോ ലോങ് ആസ് ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ടു ഹൗസ് ഹോൾഡ് ആർ ദ സെയിം ആസ് വെൻ ദ ട്രിപ്സ് വേർ ഫസ്റ്റ് മെഷർ. അപ്പോൾ ആറാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ട്രിപ്പ് ജനറേഷൻ റേറ്റ് സ്റ്റേബിൾ ആണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് സ്റ്റേബിൾ ആണ്. സോ ലോങ് ഇതുവരെയാണ് സ്റ്റേബിൾ. സോ ലോങ് ആസ് ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ടു ഹൗസ് ഹോൾഡിന് പുറത്തുള്ള ഫാക്ടേഴ്സ് സെയിം ആവുന്നത് വരെ ട്രിപ്പ് ജനറേഷൻ റേറ്റ് സെയിം ആയി നിലനിൽക്കുന്നത് വരെ ട്രിപ്പ് ജനറേഷൻ റേറ്റ് സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം മെഷർ ചെയ്തിരിക്കുന്ന ആ ട്രിപ്പിന്റെ എണ്ണം തന്നെയായിരിക്കും പുറമേയുള്ള ഫാക്ടേഴ്സിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ. പുറമേയുള്ള ഫാക്ടേഴ്സ് എന്താ? ലാൻഡ് യൂസിൽ വരുന്ന ചേഞ്ചസ് വരാം, പുതിയ ഫെസിലിറ്റീസ് വരാം, ഷോപ്പിംഗ് മോൾസ് വരാം. അതായത് വീടിന് പുറമേയുള്ള, അതായത് ഇപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് വീടിന് പുറമേ വരുന്ന ഫാക്ടേഴ്സിൽ യാതൊരുവിധ മാറ്റവും ഇല്ലെങ്കിൽ ട്രിപ്പ് നമ്മൾ തുടക്കത്തിൽ മെഷർ ചെയ്ത ട്രിപ്പ് തന്നെയായിരിക്കും. പിന്നെ അവസാനവും വരുന്നത് ആ സെയിം നമ്പർ ഓഫ് ട്രിപ്സ് തന്നെയായിരിക്കും, പുറമേ മാറ്റം വന്നിട്ടില്ലെങ്കിൽ എന്നാണ് ലാസ്റ്റ് അസംഷൻ പറയുന്നത്. ട്രിപ്പ് ജനറേഷൻ റേറ്റ്സ് ആർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും ഓവർ എ ടൈം, ഒരു പർട്ടിക്കുലർ ടൈമിൽ, സോ ലോങ് ആസ് ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ടു ഹൗസ് ഹോൾഡ്. ഓക്കെ, സോ ലോങ് ആസ് ഇതുവരെ അത് നിലനിൽക്കും. ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ടു ഹൗസ് ഹോൾഡ് ആർ ദ സെയിം ആസ് വെൻ ദ ട്രിപ്സ് വർ ഫസ്റ്റ് മെഷർഡ്. ഓക്കെ, അതായത് ഹൗസ് ഹോൾഡിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് സെയിം ആയിട്ട് നിലനിൽക്കുന്നിടത്തോളം, അതായത് ആദ്യം മെഷർ ചെയ്തിരിക്കുന്ന ആ സെയിം ഫാക്ടേഴ്സ് തന്നെയാണെങ്കിൽ, ആദ്യം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ സെയിം ഫാക്ടേഴ്സ് തന്നെയാണ്, അതിൽ മാറ്റം വന്നില്ലെങ്കിൽ, അതുപോലെ തന്നെ ആ ട്രിപ്പ് ജനറേഷൻ റേറ്റ് സ്റ്റേബിൾ ആയിട്ട് തന്നെ നിലനിൽക്കുന്നുള്ളതാണ്. ഓക്കെ, കാറ്റഗറൈസേഷൻ ഓഫ് ഹൗസ് ഹോൾഡിനെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞു 3 രീതിയിലാണ്, 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് 1 കാർ ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്, 2 ഇൻകമിനെ ബേസ് ചെയ്തിട്ടാണ്, 3 ഹൗസ് ഹോൾഡ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ള പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട്, അതായത് ഈ 3 ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ട് പല ലെവൽസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഏത് കാറ്റഗറിയിലാണോ ഒരു പർട്ടിക്കുലർ ഹൗസ് വരുന്നത്, അതായത് ഏതൊക്കെ ലെവൽസിൽ, അതായത് കാർ ഓണർഷിപ്പ്, അതിന്റെ ഇൻകം, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് സ്ട്രക്ചർ ഒക്കെ ഏത് രീതിയിലാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒരു ഹൗസിനെ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഹൗസിൽ ഇത്ര കാറുണ്ട്, ഇൻകം ഇത്രയാണ്, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് സ്ട്രക്ചറിൽ ഇത്ര ആള് വർക്കിംഗ് ആയിട്ടുണ്ട്, ഇത്ര അഡൾട്ട് വർക്കിംഗ് അല്ല, അങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യും. കാറ്റഗറൈസ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് ഓരോ കാറ്റഗറിക്കും ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു അതിനനുസരിച്ച് നമ്പർ ഓഫ് ട്രിപ്സ് ആ ഒരു ഹൗസ് ഹോൾഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു മെത്തേഡിൽ നിന്ന്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ കാർ ഓണർഷിപ്പ് ആണ്. കാർ ഓണർഷിപ്പിൽ 3 ലെവൽസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് കാർ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, 0 കാർ, രണ്ടാമത്തെ 1 കാർ ഉള്ളത്, മൂന്നാമത്തെ മോർ ദാൻ 1 കാർ. അപ്പോൾ കാർ ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് 3 ലെവൽസ് ആണുള്ളത് ഈ ഹൗസ് ഹോൾഡിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിൽ. അതിലൊന്ന് കാർ ഇല്ലാത്തത്, 0 കാർ, 1 കാർ ആൻഡ് മോർ ദാൻ 1 കാർ. അതുപോലെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ആണ്, അതിൽ ഇൻകം ടാക്സുകളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഇൻകത്തിനെയാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻകത്തിനെ, അതായത് ഡിസ്പോസിബിൾ ഇൻകത്തിനെ 6 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഇൻകം എല്ലാം പറഞ്ഞിരിക്കുന്നത് പൗണ്ടിലാണ്. ഇത് കുറച്ച് പഴയ വാല്യൂസ് ആയിരിക്കണം, ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് വാല്യൂ നമുക്ക് അവൈലബിൾ അല്ല. അതായത് ഇപ്പം മുന്നമേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാല്യൂ, അതുകൊണ്ടാണ് ഇത്ര ഒരു ചെറിയ എമൗണ്ട് വന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. അതെന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, പൗണ്ടിൽ പറയുമ്പോൾ ലെസ് ദാൻ 500 പൗണ്ട് പെർ ആനം. 500 പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു പൗണ്ട് ഏകദേശം 100 രൂപയാണെന്ന് തോന്നുന്നു. അപ്പം 50,000 ഒക്കെ ആയിരിക്കണം. ഓക്കെ, ലെസ് ദാൻ 50,000 അല്ലെങ്കിൽ 500 പൗണ്ട് പെർ ആനം. രണ്ടാമത്തത് 500 to 1000 പൗണ്ട് പെർ ആനം. മൂന്നാമത്തെ കാറ്റഗറി 1000 to 1500 പൗണ്ട് പെർ ആനം. ആൻഡ് ഫോർത്ത് ക്ലാസ് 1500 to 2000 പൗണ്ട് പെർ ആനം.
and fifth one 2000 to 2500 pound per annum, and sixth one more than 2500 pound per annum. അങ്ങനെ 6 ക്ലാസ്സസ് ആയിട്ട് ഡിസ്പോസബിൾ ഇൻകത്തിന്റെ ബേസിസിൽ 6 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ വീടും ഏത് ഇൻകത്തിൽ ഏത് ക്ലാസ്സിലാണ് വരുന്നത് എന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഹൗസിനെ തിരിക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, മൂന്നാമത്തത് കാറ്റഗറൈസ് ചെയ്യുന്നതിൽ ഒന്ന് ഹൗസ് ഹോൾഡ് സ്ട്രക്ചർ ആണ്. മൂന്നാമത്തെ ഹൗസ് ഹോൾഡ് സ്ട്രക്ചർ ആണ്. 6 ക്ലാസ്സസ് ആയിട്ട് ഹൗസ് ഹോൾഡ് സ്ട്രക്ചറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോ എംപ്ലോയിഡ് റെസിഡൻസ് ആൻഡ് 1 നോൺ എംപ്ലോയിഡ് അഡൽട്ട്. അതായത് ആ വീട്ടില് എംപ്ലോയിഡ് ആയിട്ടുള്ള ആരുമില്ല, ആർക്കും അവിടെ ജോലിയില്ല. അതുപോലെ തന്നെ അതിൽ നോൺ എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു അഡൽട്ടും ഉണ്ട്. അതായത് ആർക്കും അവിടെ ജോലിയില്ല. ആ ജോലി ഇല്ലാതിരിക്കുന്നതിൽ ഒരു അഡൽട്ടും നോൺ എംപ്ലോയിഡ് ആയിട്ട് ഉണ്ട്. അതായത് പ്രായപൂർത്തിയായ ഒരാളും അതിൽ അൺഎംപ്ലോയിഡ് ആയിട്ട് ഉണ്ട് എന്നുള്ള ഒരു കാറ്റഗറി. അപ്പൊ ആർക്കും ജോലി ഇല്ലാത്ത ഒരു കാറ്റഗറി. രണ്ടാമത്തെ നോ എംപ്ലോയിഡ് റെസിഡൻസ് ആൻഡ് 2 or more നോൺ എംപ്ലോയിഡ് അഡൽട്ട്സ്. ആർക്കും ജോലി ഇല്ല, രണ്ടോ അതിലധികമോ ആളുകൾ അഡൽട്ടുകളാണ്. ഓക്കെ, ആ വീട്ടിൽ താമസിക്കുന്ന ആർക്കും ജോലിയില്ല. ആ ജോലി ഇല്ലാതിരിക്കുന്നതിൽ രണ്ടോ അതിലധികമോ ആളുകൾ മുതിർന്നവരാണ്, പ്രായപൂർത്തിയായവരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. മൂന്നാമത്തെ ക്ലാസ് 1 എംപ്ലോയിഡ് റെസിഡന്റ് ആൻഡ് 1 or less നോൺ എംപ്ലോയിഡ് അഡൽട്ട്. അപ്പോൾ ഒരു ജോലിയുള്ള ആളുണ്ട്. ഓക്കെ, ആ ഒരു വീട്ടിൽ ഒരു ജോലിയുള്ള ആളുണ്ട്. 1 or less നോൺ എംപ്ലോയിഡ് അഡൽട്ട്, അതായത് ഒന്നോ അതിൽ കുറവോ. ഓക്കെ, ചിലപ്പോൾ ഒരു പക്ഷെ ആരും ഇല്ലാതിരിക്കാം, ജോലി ഇല്ലാത്ത അഡൽട്ട് ആരും ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാത്ത അഡൽട്ട് ഉണ്ട്, അല്ലെങ്കിൽ മുതിർന്ന ജോലി ഇല്ലാത്ത ഒരാളുണ്ടാവും, ഇല്ലെങ്കിൽ എല്ലാവർക്കും അഡൽട്ടിനെല്ലാം ജോലി ഉണ്ട്. അതായത് ഒരു അഡൽട്ട് ആയിരിക്കും ഉണ്ടാവും. 1 എംപ്ലോയിഡ് റെസിഡന്റ് ആൻഡ് 1 or less നോൺ എംപ്ലോയിഡ് അഡൽട്ട്. ഒരു ആൾക്ക് ആ വീട്ടിൽ ജോലി ഉണ്ട്. ഓക്കെ, ആൻഡ് 1 or less നോൺ എംപ്ലോയിഡ് അഡൽട്ട്, ഒന്നോ അതിൽ കുറവോ ആളുകൾക്ക് അഡൽട്ട് ആയിട്ടുള്ളവർക്ക് ജോലി ഇല്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, ഒരാൾക്ക് എന്തായാലും ആ വീട്ടിൽ ജോലി ഉണ്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ്. നാലാമത്തത് 1 എംപ്ലോയിഡ് റെസിഡന്റ്, ഒരാൾക്ക് ജോലിയുണ്ട്. 2 or more നോൺ എംപ്ലോയിഡ് അഡൽട്ട്, ആ വീട്ടിൽ തന്നെ രണ്ടോ അതിലധികമോ ആളുകൾക്ക്, അതായത് മുതിർന്ന ആളുകൾക്ക് ജോലി ഇല്ലാത്തതുണ്ട്, അഡൽട്ടുകൾക്ക് ജോലി ഇല്ലാത്ത ഉണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഒരാൾക്ക് ജോലിയുണ്ട്, രണ്ടോ അതിലധികമോ ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത് ഒരാൾക്ക് ജോലിയുണ്ട്, ഒന്നോ അതിൽ കുറവ് ആളുകൾക്ക്, മുതിർന്നവർക്ക് അതായത് അഡൽട്ടിന് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു ക്ലാസ്. ഇനി ഫിഫ്ത്ത് വൺ 2 or more എംപ്ലോയിഡ് റെസിഡൻസ് ആൻഡ് 1 or less നോൺ എംപ്ലോയിഡ് അഡൽട്ട്. അതായത് ഒരു വീട്ടിൽ തന്നെ രണ്ടോ അതിലധികമോ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, ആൻഡ് 1 or less, ഒന്നോ അതിൽ കുറവോ, അതായത് ആരും ജോലി ഇല്ലാത്തതില്ല, അല്ലെങ്കിൽ ഒരാൾ ജോലി ഇല്ലാത്ത അഡൽട്ട് ഉണ്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ്. ഇനി ആറാമത്തെ 2 or more എംപ്ലോയിഡ് റെസിഡൻസ്, രണ്ടോ അതിലധികമോ എംപ്ലോയിഡ് ആയിട്ടുള്ള റെസിഡന്റ് ഉണ്ട്, അതായത് ജോലി ഉള്ള ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട്, രണ്ടോ അതിലധികമോ ആളുകളുണ്ട്. അതിൽ തന്നെ ആൻഡ് 2 or more നോൺ എംപ്ലോയിഡ് അഡൽട്ട്, ആ വീട്ടിൽ തന്നെ രണ്ടോ അതിലധികമോ ജോലി ഇല്ലാത്ത അഡൽട്ടും ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു കാറ്റഗറി. ഓക്കെ, രണ്ടോ അതിലധികമോ ആളുകൾക്ക് ജോലിയുണ്ട്, എന്നാൽ രണ്ടോ അതിലധികമോ ആളുകൾക്ക് ജോലി ഇല്ലാത്ത ആളുകൾ, ദാറ്റ് ഈസ് മുതിർന്ന ആളുകൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ്. അങ്ങനെ ഹൗസ് ഹോൾഡ് സ്ട്രക്ചറിനെ 6 ക്ലാസ്സസ് ആയിട്ട്. ഓക്കെ, അവരുടെ ജോലിയെ ബേസ് ചെയ്തിട്ടാണ് ഹൗസ് ഹോൾഡ് സ്ട്രക്ചറിന്, അതായത് ജോലിയെയും അതുപോലെ ആ വീട്ടിലുള്ള ആളുകളുടെ എണ്ണവും, അല്ലെ, എണ്ണവും ഇതിൻ്റെ അകത്ത് ക്രൈറ്റീരിയ ആണ്. അതായത് എത്ര പേര് എന്നുള്ളതും വരുന്നുണ്ട്, ജോലി ഉള്ളതും ഇല്ലാത്തതിനും ബേസ് ചെയ്തിട്ട് എത്ര ആൾക്ക് ജോലി ഉണ്ടെന്നുള്ളതും ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഈ ഹൗസ് ഹോൾഡ് സ്ട്രക്ചറിന് 6 ക്ലാസ്സസിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 3 ക്രൈറ്റീരിയാസ് ആണ്. ഒന്ന് കാർ ഓണർഷിപ്പ്, അത് 3 ലെവൽസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഡിസ്പോസബിൾ ഇൻകം അല്ലെങ്കിൽ ഇൻകം 6 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഹൗസ് ഹോൾഡ് സ്ട്രക്ചർ ആണ്, അതും 6 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര കാറ്റഗറീസ് വരുന്നുണ്ട്? ദി അബവ് സിസ്റ്റം ഗീവ്സ് ഇൻ ഓൾ 3 into 6 into 6. അല്ലെ, ആദ്യത്തത് 3 ആണ്, 3 ക്ലാസ്സസ് ആണ്. രണ്ടാമത്തത് 3 ലെവൽസ് ആണ് ആദ്യത്തത്. രണ്ടാമത്തും 6 ക്ലാസ്സസ് ആണ്. മൂന്നാമത്തതും 6 ക്ലാസ്സസ് ആണ്. അപ്പൊ ടോട്ടൽ 3 into 6 into 6 108 കാറ്റഗറീസ് വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഇങ്ങനെയായിരിക്കും വരാം ഒരു പക്ഷേ. അതായത് കാർ ഇല്ലാത്ത വീട്, ഓക്കെ, അതിൽ തന്നെ 500 പൗണ്ടിൽ താഴെ ഇൻകം, അതുപോലെ തന്നെ ജോലി ഇല്ലാതിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അതുപോലെ തന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷൻസിൽ വരാം. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 108ഓളം കാറ്റഗറീസ് ഇപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്ലാസ്സസും അതുപോലെ
ഈ ഒരു ലെവൽസിലും വരാം 108 കാറ്റഗറീസ് വരാം. ഈ 108 കാറ്റഗറീസിൽ ഏത് കാറ്റഗറിയിലാണോ ഒരു വീട് ഉൾപ്പെടുന്നത് ആ കാറ്റഗറിക്ക് അനുസരിച്ച് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ട്രിപ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയിൽ വരുന്നു നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇത് കൂടാതെ ഇൻ അഡീഷൻ 3 മോഡ്സ് ഓഫ് ട്രാവൽ ഏത് രീതിയിൽ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് 3 തിരിച്ചിട്ടുണ്ട്. അതുപോലെ എന്തിനു വേണ്ടി ട്രാവൽ ചെയ്യുന്നു അതിനെ 6 തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് സെൽഫ് ഡ്രിവൺ കാർ ആണ്, അതായത് മോഡ് ഓഫ് ട്രാവലിനെ ബേസ് ചെയ്തിട്ട് 3 തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന് സെൽഫ് ഡ്രിവൺ കാർ, ഓക്കെ, സ്വയം വാഹനം ഓടിച്ച്, അതായത് പ്രൈവറ്റ് കാറിൽ യാത്ര ചെയ്യുന്നത്. രണ്ടാമത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് യാത്ര ചെയ്യുന്നത്. മൂന്നാമത്തത് ടാക്സി കാർസ് അല്ല, പാസഞ്ചർ ആയിട്ട് കാറിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ 3 രീതിയിലുള്ള മോഡായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ട്രാവലിന്റെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് 3 മോഡ്സ് ആയിട്ട് അല്ലെങ്കിൽ 3 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് സെൽഫ് ഡ്രിവൺ കാറാണ്, രണ്ടാമത് പബ്ലിക് ട്രാൻസ്പോർട്ട്, മൂന്നാമത്തെ പാസഞ്ചറിനെ കാർ. ഈ 3 രീതിയിൽ ട്രാവൽ ചെയ്യുന്നതിനെ തരം തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പേർപ്പസ്, എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് 6 പേർപ്പസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് വർക്കാണ്, സ്കൂളാണ്, മൂന്നാമത്തെ ബിസിനസ്, നാലാമത്തെ ഷോപ്പിംഗ്, അഞ്ചാമത്തെ സോഷ്യൽ റിക്രിയേഷണൽ ആൻഡ് സ്പോർട്സ്, ആറാമത്തെ അതേഴ്സ്. ഓക്കെ, അപ്പം മോഡ് ഓഫ് ട്രാവലിനെ ബേസ് ചെയ്തിട്ട് 3 ട്രിപ്പ് പേർപ്പസിനെ ബേസ് ചെയ്തിട്ട് 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഇവിടെ ആദ്യത്തത് മോഡാണല്ലോ 3 തിരിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ മോഡിനെയും പേർപ്പസിനെയും ബേസ് ചെയ്തിട്ട് ടോട്ടൽ 18 കോമ്പിനേഷൻസ് വരാം. ഓക്കെ, അതായത് 18 മോഡ് പേർപ്പസ് കോമ്പിനേഷൻസ് വരാം. ഒന്ന് സെൽഫ് ഡ്രിവൺ ആയിട്ട്, ഓക്കെ, അതായത് പ്രൈവറ്റ് കാർ യൂസ് ചെയ്തിട്ട് വർക്കിന് പോകുന്നു, അല്ലെങ്കിൽ സെൽഫ് ഡ്രിവൺ ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നു, സെൽഫ് ഡ്രിവൺ ആയിട്ട് ബിസിനസ്സിന് പോകുന്നു, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് വർക്കിന് പോകുന്നു. ഓക്കെ, അങ്ങനെ 18 കോമ്പിനേഷൻസ് ഈ രീതിയിൽ വരാം. അപ്പൊ അങ്ങനെയും ഇതിനെ അഡീഷണൽ ആയിട്ട് 108 കാറ്റഗറീസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു 18 മോഡ് പേർപ്പസ് കോമ്പിനേഷൻസും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, എത്ര നമ്പർ ഓഫ് ട്രിപ്സ് വരുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതും കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ നമ്പേഴ്സ് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ മെയിൻ ആയിട്ട് 108 കാറ്റഗറീസ് ആണ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ട്രിപ്പിന്റെ നമ്പേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് എങ്ങനെ യാത്ര ചെയ്യുന്നു എന്നുള്ളതും എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 18 മോഡ് പേർപ്പസ് കോമ്പിനേഷൻസ് ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അതായത് കാറ്റഗറി അനാലിസിസിന്റെ അല്ലെങ്കിൽ ക്രോസ് ക്ലാസിഫിക്കേഷൻ, ഓക്കെ, അനാലിസിസിന്റെ അല്ലെങ്കിൽ ക്രോസ് ക്ലാസിഫിക്കേഷൻ ടെക്നിക്കിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇത് നമ്മൾ നോക്കുമ്പോൾ, അതായത് ലീനിയർ റിഗ്രഷൻ അനാലിസിസ്, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ അനാലിസിസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് തോന്നും അല്ലെ. അതായത് ഏത് കാറ്റഗറിയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എത്ര ട്രിപ്പാന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഏത് കാറ്റഗറിയാണോ, ഇപ്പൊ 108 കാറ്റഗറീസ് ഉണ്ട്, ആ 108 കാറ്റഗറീസിനനുസരിച്ചിട്ട് എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഓരോ കാറ്റഗറിക്കും ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഏത് കാറ്റഗറിയാന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത്, ദ ഹോൾ കൺസെപ്റ്റ് ഓഫ് ഹൗസ് ഹോൾഡ് ട്രിപ്പ് മേക്കിംഗ് ഈസ് സിംപ്ലിഫൈഡ് ഇൻ ദിസ് ടെക്നിക്. ദ ടെക്നിക് കാറ്റഗറൈസസ് ദ ഹൗസ് ഹോൾഡ് അക്കോർഡിംഗ് ടു certain socio economic characteristics and this appear rational. അപ്പൊ വളരെ സിമ്പിൾ ആക്കി അല്ലെ ഈ ഒരു കൺസെപ്റ്റിനെ, ഹൗസ് ഹോൾഡ് ട്രിപ്പ് മേക്കിനെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ ചെയ്യുന്ന, ടോട്ടൽ ഹൗസ് ഹോൾഡിന് ഏത് കാറ്റഗറിയിൽ വരുന്ന ഹൗസ് ഹോൾഡ് ആണെന്നുള്ള രീതിയിൽ തിരിക്കും. എന്തിനെ ബേസ് ചെയ്തിട്ട്, സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയാ സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന് ഇൻകം അല്ലെ, അതുപോലെ തന്നെ കാർ ഓണർഷിപ്പ്, ഓക്കെ, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡിന്റെ സ്ട്രക്ചർ. ഓക്കെ, അതായത് സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതാണ്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ കാറ്റഗറീസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഏത് കാറ്റഗറിയിലാണോ ഒരു ഹൗസ് ഹോൾഡ് ഉൾപ്പെടുന്നത് അതിനനുസരിച്ച് എത്ര ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു സിംപ്ലിഫൈഡ് ആക്കി മാറ്റി ഈ ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അൺലൈക്ക് റിഗ്രഷൻ അനാലിസിസ് ടെക്നിക്, no mathematical relationship is derived between trip making and household characteristics. This take away many of the statistical drawbacks of the regression analysis. Okay, അപ്പോൾ നമ്മൾ റിഗ്രഷൻ അനാലിസിസിന്റെ ഡ്രോബാക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ അകത്തേക്ക് ഇതിൽ വേറെ മാത്തമാറ്റിക് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് തമ്മിൽ, ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് തമ്മിൽ നമ്മൾ ഇക്വേഷൻസോ സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പോ ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത്
ഫോം ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അതായത് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡ്രോബാക്സ് ഇതിന്റെ അകത്ത് വരുന്നില്ല. റിഗ്രഷൻ അനാലിസിസിൽ വരുന്നത് പോലെ ആ ഒരു പ്രയാസം, അതിൽ വരുന്ന ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഡ്രോബാക്സ് ഈ ഒരു മെത്തേഡിൽ വരുന്നില്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. മൂന്നാമത്തത്, സിൻസ് ഡാറ്റ ഫ്രം ദ സെൻസസ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്ട്ലി, ഇറ്റ് സേവ്സ് കൺസിഡറബിൾ എഫേർട്ട്, ടൈം ആൻഡ് മണി സ്പെൻഡ് ഓൺ ഹോം ഇന്റർവ്യൂ സർവേ. അപ്പം ഓൾറെഡി നമുക്ക് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഓൾറെഡി മുമ്പ് ഏതെങ്കിലും സെൻസസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ സെൻസസ് ഡാറ്റ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് വീണ്ടും നമ്മൾ പോയിട്ട് സർവേ നടത്തണം എന്നില്ല. ഓൾറെഡി വേറെ ഏതെങ്കിലും സെൻസസ് നിന്ന് ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഓൾറെഡി ഏതെങ്കിലും സെൻസസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ സെൻസസ് എന്നുള്ള ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എത്ര ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ സെൻസസിലുള്ള ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ വീണ്ടും സർവേ ചെയ്യാനുള്ള എഫേർട്ട് കുറഞ്ഞു, സമയ ലാഭം അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ലാഭമൊക്കെ അവിടെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ട്. അതായത് ഓൾറെഡി നടന്ന ഒരു സെൻസസ് നിന്നുള്ള വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രിപ്സിന്റെ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ കമ്പ്യൂട്ടേഷൻസ് ആർ റിലേറ്റീവ്ലി സിംപ്ലർ. അപ്പൊ സിംപ്ലർ കമ്പ്യൂട്ടേഷൻസ് ആണ്. അതായത് നമുക്ക് ഇതിന്റെ അകത്ത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഏത് കാറ്റഗറി എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിന്റെ അകത്ത് ഓൾറെഡി നമുക്ക് എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എന്നാൽ ആ ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഡിസഡ്വാൻറ്റേജസിൽ നമ്മൾ പറയും. അതായത് എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഒരു കാറ്റഗറിയിൽ വരുന്നു എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് ഡാറ്റാസ് നമ്മൾ പഠിച്ചതിന് ശേഷമേ നമുക്ക് ആ നമ്പേഴ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഓൾറെഡി ഇപ്പൊ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഇത്ര ട്രിപ്സ് ജനറേറ്റ് ചെയ്യും എന്നുള്ള ആ വാല്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്ര ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. സിൻസ് ഡിസഗ്രിഗേറ്റ് ഡാറ്റ ആർ യൂസ്ഡ്, ദ ടെക്നിക് സിമുലേറ്റ്സ് human behavior more realistically than the zonal aggregation process normally employed in regression analysis. അപ്പോൾ ഇത് ഡിസഗ്രിഗേറ്റ് ഡാറ്റ യൂസ് ചെയ്യുന്നത്, അതായത് ഓരോ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ ഡയറക്ട്ലി യൂസ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ റിഗ്രഷൻ അനാലിസിസ് ഒക്കെ പഠിച്ചപ്പോൾ അതിൽ കുറച്ചും കൂടി നമ്മൾ കൂടുതൽ സോണൽ അഗ്രിഗേഷൻ, സോൺ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഡയറക്റ്റ് ഹൗസ് ഹോൾഡിൽ നിന്ന് തന്നെ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിൽ നിന്നുള്ള ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്, കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഓരോ ഇൻഡിവിജ്വൽ ഹൗസിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആണ് കമ്പയർഡ് വിത്ത് റിഗ്രഷൻ അനാലിസിസ്. ഓക്കെ, അതായത് റിയലിസ്റ്റിക് ആണ്. ഓക്കെ, അതായത് ഡയറക്റ്റ് ഹൗസ് ഹോൾഡ് എന്നുള്ള ഡീറ്റെയിൽ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിനെ ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറൈസേഷനും അതുപോലെ തന്നെ അത് വെച്ചിട്ടുള്ള ട്രിപ്പ് നമ്പേഴ്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ് ആ സോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും. അപ്പൊ റിഗ്രഷൻ അനാലിസിസ് നമ്മൾ സോണായിട്ട് കൺസിഡർ ചെയ്തിട്ട് അനാലിസിസ് ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്പർ ഓഫ് ട്രിപ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനേക്കാളൊക്കെ ബെറ്റർ ആണ് ഈ ഒരു മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, അതായത് ഇൻഡിവിജ്വലി ഹൗസ് ഹോൾഡ് എന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. അപ്പോൾ റിഗ്രഷൻ അനാലിസിസിലെ ഹൗസ് ഹോൾഡ് തന്നെ ആ ഡീറ്റെയിൽസ് രണ്ടിലും കളക്ട് ചെയ്യുന്നത്, എന്നാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ റിഗ്രഷൻ അനാലിസിസിൽ സോണിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെ ഉണ്ട്. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡിസഗ്രിഗേറ്റ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ക്രോസ് ക്ലാസിഫിക്കേഷൻ ടെക്നിക് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആണ് എന്നുള്ളൊരു കാര്യമാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ടെസ്റ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് വേരിയസ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. അപ്പം ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ എത്രമാത്രം വേരിയേഷൻ ഇതിൽ വരുന്ന ഓരോ വേരിയബിൾസ്, അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് കൊണ്ടുവരുന്നുണ്ട്, എത്രമാത്രം അതിൽ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് എത്രമാത്രം എഫക്ട് അല്ലെങ്കിൽ എത്രമാത്രം ചേഞ്ചസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഡിപെൻഡന്റ് വേരിയബിളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതായത് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നില്ല. അപ്പം ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസും ഇതിന്റെ അകത്തില്ല. ഓക്കെ, അതിൽ വരുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് എത്രമാത്രം ട്രിപ്പിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാത്തത് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തത്, ടെക്നിക് നോർമലി മേക്സ് യൂസ് ഓഫ് സ്റ്റഡീസ് ഇൻ ദ പാസ്റ്റ് മെയ്ഡ് എൽസ്വെയർ വിത്ത് ബ്രോഡ് കറക്ഷൻസ്. അപ്പം
നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മുന്നേ പറഞ്ഞു സെൻസസ് ഒക്കെ ചെയ്തിട്ട് കിട്ടിയ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് പഴയ ഡീറ്റെയിൽസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കറക്ഷൻസ് അതിലേക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പഴയ ഡീറ്റെയിൽസ് ആയതുകൊണ്ട്. ഓക്കെ, ദ ടെക്നിക് നോർമലി മേക്സ് യൂസ് ഓഫ് സ്റ്റഡീസ് ഇൻ ദ പാസ്റ്റ് മേഡ് എൽസ്വെയർ വിത്ത് ബ്രോഡ് കറക്ഷൻസ്. അപ്പം പഴയ ഡാറ്റാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള കറക്ഷൻസ് എല്ലാം വരുത്തിയിട്ട് വേണ്ടി വരും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്, കാരണം പഴയ ഡീറ്റെയിൽസ് ആണ്. In the analysis, it is assumed that income and car ownership increase in future. The categories of higher incomes and higher car ownership are, however, the ones which are the least represented in the base year. Moreover, they are the ones most likely to be used for future estimates of trip generations. അപ്പോൾ ഇതിൽ ഉള്ളൊരു അസംഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കാർ ഓണർഷിപ്പും ഇൻകമും ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഓരോ ദിവസം കഴിയുമ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതൽ അല്ലേ. അപ്പൊ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാർ ഓണർഷിപ്പ്, അതായത് ഓണർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺ ചെയ്യുന്ന കാറിന്റെ എണ്ണവും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ. പക്ഷേ ഇതില് നമ്മൾ മുന്നേ ഉള്ള ഒരു സെൻസസിൽ എടുത്തിരിക്കുന്ന വാല്യൂ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുമ്പോൾ ആ ഒരു ചേഞ്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അതായത് ഇൻകം കൂടിയതും കാർ ഓണർഷിപ്പ്, അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഇയറിലായിരിക്കും, ദാറ്റ് ഈസ് ബേസ് ഇയറിലായിരിക്കും നമ്മൾ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ഇയറിന് കളക്ട് ചെയ്തിട്ടുള്ള ഇയറിന് ബേസ് ഇയർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ അതില് ഇപ്പോൾ ഈ ഒരു കറണ്ട് ഇയറിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഏത് വർഷമാണോ നമ്മൾ ആ സെൻസസ് എടുത്തത്, അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻകമും കാർ ഓണർഷിപ്പ് ഒക്കെ കുറവാണ് അല്ലെ. അതായത് കുറവായിരിക്കും. നമ്മൾ ഈ ഇതിന്റെ ഒരു അസംഷൻ പ്രകാരം ഇൻകം കുറവായിരിക്കും, അതിനനുസരിച്ച് കാർ ഓണർഷിപ്പും കമ്പാരിറ്റീവ്ലി ചിലപ്പം കാർ ഇല്ലാതെ ഇരിക്കുന്ന സമയമായിരിക്കും. ഇപ്പം ഇൻകം കൂടിയതിനനുസരിച്ച് കാർ ചിലപ്പം പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതായത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഇൻകമും ഒന്ന് കാർ ഓണർഷിപ്പും. ഓക്കെ, അതായത് ഇൻകം ഇപ്പം വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻകം വർദ്ധിക്കും അല്ലെ. അപ്പൊ കാർ ഓണർഷിപ്പും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പക്ഷെ നമ്മൾ പഴയ വാല്യൂസ് വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഇൻകമും കാർ ഓണർഷിപ്പും ആയിരിക്കണം എന്നില്ല, കാരണം അതിലൊരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. ആ നമ്മൾ ബേസ് ഇയറിൽ എടുത്തതായിരിക്കും, അത് ലീസ്റ്റ് വാല്യൂസ് ആയിരിക്കും. അപ്പൊ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എത്ര നമ്പർ ഓഫ് ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ഓക്കെ, അതായത് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, ഇൻകമും അതുപോലെ തന്നെ കാർ ഓണർഷിപ്പും എത്ര നമ്പർ ഓഫ് ട്രിപ്സ്, അതിനനുസരിച്ചിട്ടാണ് ട്രിപ്പിന്റെ എണ്ണം അല്ലെ. വീട്ടിൽ നിന്നുള്ള ട്രിപ്പിന്റെ എണ്ണം തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇൻകമും കാർ ഓണർഷിപ്പുമാണ്. നമ്മൾ ട്രിപ്പ് ജനറേഷന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ട്രിപ്പ് ജനറേഷൻ ഒക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഒന്ന് ഇൻകമും ഒന്ന് കാർ ഓണർഷിപ്പും എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫ്യൂച്ചറിൽ ട്രിപ്പ് ജനറേഷൻ എത്രയുണ്ടെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ഓക്കെ, കറക്റ്റ് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം നമ്മൾ ഫ്യൂച്ചറിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് എടുക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്നാണോ സർവേ നടത്തിയിട്ടുള്ള ആ സമയത്തുള്ളതായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ബേസ് ഇയറിൽ നടത്തിയ സർവേനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് ഒരു പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം എന്താണ്, ഇതിലൊരു അസംഷൻ ഇൻകമും കാർ ഓണർഷിപ്പും ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അസംഷൻ ഇതിൽ വരുന്നത് കൊണ്ട്. ഓക്കെ, അടുത്തത് ന്യൂ വാരിയബിൾസ് കനോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഓൾറെഡി നിലവിൽ കുറെ വേരിയബിൾസ് ഉണ്ട് അല്ലെ, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസ് നിലവിലുണ്ട്. ഓക്കെ, അതായത് നമ്മൾ കാറ്റഗറീസ് ആയിട്ട് തിരിച്ചു, അതായത് സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഇൻകത്തിനെ ബേസ് ചെയ്ത് കാർ ഓണർഷിപ്പിനെ ബേസ് ചെയ്ത് ഹൗസ് ഹോൾഡ് സ്ട്രക്ചറിനെ എല്ലാം ബേസ് ചെയ്ത് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതല്ലാതെ പുതിയൊരു വേരിയബിൾ ഈ മൂന്നെണ്ണം അല്ലാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു പ്രൊവിഷൻ ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, ഭാവിയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു പ്രൊവിഷൻ ഈ ഒരു മെത്തേഡിൽ ഇല്ല, പുതിയൊരു വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിലവിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു വേരിയബിൾസ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കാൽക്കുലേഷൻ വരുന്നത്. ലാർജ് സാമ്പിൾസ് ആർ നീഡഡ് ടു അസൈൻ ട്രിപ്പ് റേറ്റ്സ് ടു എനി വൺ കാറ്റഗറി. അപ്പം ഓരോ കാറ്റഗറിയിലും എത്ര ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
എന്നാൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ടാസ്ക്കാണ്. കാരണം ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യണം. അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഓരോ കാറ്റഗറിയിൽ വരുന്നത് എത്ര ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു വർക്ക് അതിൽ വരുന്നുണ്ട് ഓരോന്നിനെ അസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഡിഫിക്കൽട്ടിയാണ്, അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. വളരെ ഡാറ്റാസ് കളക്ട് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് ഓരോ കാറ്റഗറീസ് ആയിട്ട് തിരിക്കുമ്പോൾ ഓരോരോ കാറ്റഗറിയിൽ ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അസൈൻ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അവസാനം പറഞ്ഞത് ന്യൂ വേരിയബിൾസ് കനോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അതായത് പുതിയ വേരിയബിൾസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനുള്ള പ്രൊവിഷൻ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് സാമ്പിൾസ് നമുക്ക് ആവശ്യമാണ്. ഓരോ കാറ്റഗറിയിലും എത്ര ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ഓക്കെ, അസൈൻ ചെയ്യാനായിട്ട്, ഓരോ ഇതിലും എത്ര ട്രിപ്സ് വരുന്നു എന്നുള്ള അസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സാമ്പിൾസ് നമുക്ക് ആവശ്യമാണ്. ഓൾറെഡി നമ്മൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്. എന്നാൽ അതിലേക്ക് അസൈൻ ചെയ്യാന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്.